ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതത്തിൽ നിന്നും പ്രതിനിധി സംഘം പങ്കെടുക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം താരിഖ് റഹ്മാനുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയും പുരോഗതിയും സമാധാനവും ഉറപ്പാക്കാൻ പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എപ്പോഴാകും ഈ ഒരു നിർണായകമായ കൂടിക്കാഴ്ചകൾ, മറ്റു ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക? വിഷ്ണു, ഫെബ്രുവരി 17-നാണ്, അതായത് മറ്റന്നാളാണ് ധാക്കയിൽ വെച്ച് ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ടുള്ള കലാപത്തിനും ഇടക്കാല സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മികച്ച വിജയം നേടിയിരുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് താരിഖ് റഹ്മാൻ്റെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മികച്ച വിജയമായിരുന്നു കൈവരിച്ചത്. തുടർന്ന് താരിഖ് റഹ്മാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും ചരിത്രപരമായ ബന്ധമുള്ള, അല്ലെങ്കിൽ യാതൊരു സാംസ്കാരികപരമായും ചരിത്രപരമായും അത്രയധികം ബന്ധമുള്ള രാജ്യങ്ങളാണ് ബംഗ്ലാദേശും ഭാരതവും. ഇരു രാജ്യങ്ങളുടെ ജനങ്ങളുടെ സമാധാനവും സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കാൻ പ്രവർത്തിക്കണം, അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് താരിഖ് റഹ്മാനുമായി ഫോണിൽ സംസാരിച്ച ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഭാരതത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കുന്നത്. സ്പീക്കർ ഓം ബിർളയും കൂടാതെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രിയും 17-ാം തീയതി ധാക്കയിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.